പഠിക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുകയാണെങ്കിലും എക്സാമിന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓപ്ഷൻസ് കൺഫ്യൂസ് ആക്കുന്ന ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. വെൽക്കം ടു നീറ്റ് ടോക്സ് എപ്പിസോഡ് 4 ഡീലിംഗ് വിത്ത് കെമിസ്ട്രി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രിയിൽ എങ്ങനെ ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കണം, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം, NCERT എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ കെമിസ്ട്രിയിൽ മാക്സിമം മാർക്ക് എങ്ങനെ സ്കോർ ചെയ്തിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാന്നുള്ളതായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ബിഫോർ മൂവിംഗ് ഓൺ ടു ദ വീഡിയോ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് നീറ്റ് മിഷൻ പോസിബിൾ ബൈ ദിശ പബ്ലിക്കേഷൻ. ദിശ പബ്ലിക്കേഷൻസിന്റെ നീറ്റ് മിഷൻ പോസിബിൾ എന്ന ബുക്കിൽ നിങ്ങൾക്ക് 15 ന്യൂ സിലബസ് മോക്ക് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ നിങ്ങൾക്ക് OMR ഷീറ്റ്സും വരുന്നുണ്ട് വിത്ത് സൊല്യൂഷൻ ബുക്ക്ലെറ്റ് ആൻഡ് ഫ്രീ ആയിട്ട് പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലും ഫിസിക്സിന്റെ ഒരു ബുക്ക് ഇവർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ദ മെയിൻ ഫീച്ചർ ഈസ് NCERT പേജ് ലൊക്കേറ്റർ. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനിൽ റോങ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏത് കോൺസെപ്റ്റിലാണ് വന്നത് NCERT പേജ് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അധികം ടൈം എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്ത് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സുഖമായിരിക്കും. ഓൾ ഇന്ത്യ റാങ്ക് പ്രഡിക്ഷൻ. ഓൾറെഡി നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്തു, അതിൽ നിങ്ങൾക്ക് എത്ര സ്കോറാണ് വന്നത്, ആ സ്കോർ വെച്ചിട്ട് ഏകദേശം ഓൾ ഇന്ത്യ റാങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് റാങ്ക് വരുന്നതെന്നതും ആ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബുക്കിലുള്ള 15 മോക്ക് ടെസ്റ്റും പുതിയ സിലബസ് വെച്ചിട്ടാണ് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിന്റെയും ഡീറ്റെയിൽഡ് സൊല്യൂഷൻസും സൊല്യൂഷൻ ബുക്ക്ലെറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ അറിയില്ലെങ്കിൽ ആ സൊല്യൂഷൻ ബുക്ക്ലെറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിലേതെങ്കിലും പുതിയ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി പഠിച്ച ഇക്വേഷൻ മോഡിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും. ഈ ബുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഓൺലൈൻ ലിങ്ക്സ് ഒക്കെ അടിയിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി വരാൻ പോകുന്ന 5 മാസങ്ങളിൽ നിർബന്ധമായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പൊ പുതിയ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിശ പബ്ലിക്കേഷൻസിന്റെ മിഷൻ പോസിബിൾ എന്ന ബുക്ക് റെക്കമെൻഡഡ് ആണ്. അപ്പോൾ ഈ ബുക്കിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. മൈ സ്കോർ വാസ് 650 ഇൻ 2022 ആൻഡ് കെമിസ്ട്രിയിൽ ഓൾമോസ്റ്റ് 170 മാർക്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു 2-3 ക്വസ്റ്റ്യൻസ് എന്തായാലും എനിക്ക് തെറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കമ്പയറിംഗ് ടു ഫിസിക്സ് ആൻഡ് ബയോളജി 3 വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഫസ്റ്റ് ചാൻസിൽ എക്സാം എഴുതുന്ന സമയത്തായിരുന്നു കെമിസ്ട്രി ആണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ +2 CBSE ആണ് പഠിച്ചത്. അപ്പോൾ CBSEയിൽ നമുക്ക് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് കുറേ നേരം വായിക്കേണ്ടി വരും. നമുക്ക് NCERTയിലെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇൻടെക്സ് എക്സസൈസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് NCERT ടെക്സ്റ്റ് ബുക്കിനോട് കുറച്ചും കൂടെ ഒരു ബന്ധമുള്ളത് കൊണ്ട് എനിക്ക് കെമിസ്ട്രി കുറച്ചും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫോർ എ നീറ്റ് ആസ്പിരന്റ്, കെമിസ്ട്രിയിൽ നല്ല സ്കോർ വേണം എന്നുള്ള ഒരു നീറ്റ് ആസ്പിരന്റ് ആണെങ്കിൽ NCERT ബുക്കിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതാണ് നിങ്ങളുടെ ബാക്ക് ബോൺ ഓഫ് നീറ്റ്. NCERTയിലുള്ള ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. ഡൗട്ടുള്ള കാര്യങ്ങൾ സർക്കിൾ ചെയ്ത് വെച്ച് നിങ്ങളുടെ ഫാക്കൽറ്റീസിനോട് ഡൗട്ട് ക്ലിയർ ചെയ്യുക. പിന്നെ സൈഡിലേക്ക് നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് മാറ്റി എഴുതെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ +2 അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത്. പിന്നെ ഇൻഓർഗാനിക് കെമിസ്ട്രിയിലാണെങ്കിലും ഓർഗാനിക് കെമിസ്ട്രിയിലാണെങ്കിലും ന്യൂമറിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഫിസിക്കൽ കെമിസ്ട്രി. അപ്പോൾ ഇതിലൊക്കെ NCERT വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിലേഷൻ കിട്ടും. നമുക്ക് അതിലുള്ള പോയിന്റ്സും ഓർമ്മയുണ്ടാവും. നമ്മൾ ഷോർട്ട് നോട്ട്സ് മാത്രം വായിക്കുന്നതെന്ന് വെച്ചാൽ റിവിഷൻ നടക്കും, പക്ഷെ നമ്മൾ NCERTയിൽ എന്ത് പോയിന്റ്സ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഓർമ്മയുണ്ടാവില്ല. ഈ P ബ്ലോക്ക് എലമെന്റ്സ്, D ബ്ലോക്ക് എലമെന്റ്സ്, DNF ബ്ലോക്സ് ഒക്കെ അല്ലേ, അതിലൊക്കെ നിങ്ങൾ ഓരോ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് അതിന് കോഡ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവട്ടോ. ഈവൻ കംപ്ലീറ്റ്ലി പഠിച്ചിട്ടില്ലെങ്കിലും പകുതി എങ്കിലും പഠിക്കാൻ നോക്കുക. D ബ്ലോക്ക് എലമെന്റ്സും P ബ്ലോക്ക് എലമെന്റ്സ്, S ബ്ലോക്ക് എലമെന്റ്സ് ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് വേഗം തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഡിൽ പഠിച്ചു വെക്കാം. എനിക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ ഞാൻ തന്നെ കോഡ് ഉണ്ടാക്കി പഠിച്ചതാണ്. അപ്പൊ എക്സാമിന്റെ സമയത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ കോഡ് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. വേറൊരാൾ കോഡ് പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ സ്വന്തം കോഡ് ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഇക്വേഷൻ ബുക്ക് ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ബയോളജിക്ക് ആവശ്യമില്ല, പക്ഷെ കെമിസ്ട്രിയുടെ കേസ് വരുന്ന ടൈമിൽ ന്യൂമറിക്കൽസ് വരുന്ന കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, ലൈക്ക് സൊല്യൂഷൻസ്, സോളിഡ്സ്, ഇലക്ട്രോ കെമിസ്ട്രി ഒക്കെ. ഈ ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഈ ഇക്വേഷൻ ബുക്കിലേക്ക് മാറ്റി എഴുതിയെടുക്കുക. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓൾറെഡി. പക്ഷേ ഫോർ ഈസി ടു യൂസ് അല്ലെങ്കിൽ നിങ്ങൾ കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇക്വേഷൻ ബുക്കിലേക്ക് മാറ്റി എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ നല്ല രീതിയിൽ കൂടും. ഇപ്പൊ ഇക്വേഷൻ ബുക്കും ഷോർട്ട് നോട്ട്സും ഡിഫറെന്റ് ആണ് കേട്ടോ. ഷോർട്ട് നോട്ട്സ് പറഞ്ഞാൽ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു സെന്റൻസ് ആക്കി എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇക്വേഷൻ ബുക്കിൽ എവിടെയാണോ നിങ്ങൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് ആ ഇക്വേഷൻസ് മാത്രം എഴുതിയെടുക്കലായിരിക്കും. നീറ്റിന് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സ്കോർ ഇപ്പം 720 ഒരു 550, 500, 400 റേഞ്ചിലാണ് വരുന്നത് വെച്ചാൽ അതിനർത്ഥം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കുറഞ്ഞിട്ടുള്ളതാണ്. കാരണം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണലി ഗൈഡുകൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. NCERTയിൽ തന്നെ കൊടുക്കുന്ന ഇൻടെക്സ് ക്വസ്റ്റ്യൻസ്, എക്സസൈസസ്, ഇതിന്നൊക്കെ ആയിരിക്കും ഡയറക്ട്ലി നിങ്ങൾക്ക് നീറ്റിന്
ക്വസ്റ്റ്യൻ വരിക. മീൻസ് ഓൾമോസ്റ്റ് 80% ഓഫ് ക്വസ്റ്റ്യൻസ് നീറ്റിന് വന്നത് NCERT-ൽ നിന്ന് തന്നെയാണ്. അപ്പം ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ആ സ്വന്തമുള്ള എക്സസൈസസ്, അഡീഷണൽ എക്സസൈസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഒരു 600 അപ്പോൾ എന്തായാലും കൂടും. ഐ ഗ്യാരണ്ടി യു. കാരണം ഞാനത് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് എൻ്റെ മാർക്ക് കൂടാൻ തുടങ്ങിയത്. എപ്പോഴും നമ്മൾ എക്സ്റ്റേണലി ഗൈഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് NCERT-ലെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും എക്സസൈസും ഒക്കെ ചെയ്യുക, എന്നിട്ടുള്ള എക്സ്റ്റേണൽ ഗൈഡ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആ സമയത്ത് നിങ്ങളുടെ സ്കോർ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങും. നീറ്റിന്റെ ഒരു 720 മാർക്സിന്റെ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓൾമോസ്റ്റ് 650 മാർക്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 30 ഇയർ ബാക്ക് അല്ലെങ്കിൽ 20 ഇയർ ബാക്ക്, 10 ഇയേഴ്സ് ബാക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ അവൈലബിൾ ആയിരിക്കും, കുറേ ബുക്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 650 മാർക്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണും, ആ സെയിം ക്വസ്റ്റ്യൻ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് അതിന് ടൈം എടുക്കില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിന് ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. നിങ്ങൾ എക്സ്റ്റേണലി ഗൈഡൊക്കെ എടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും എക്സസൈസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി കൂടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വലിയൊരു ക്വസ്റ്റ്യൻ പൂൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നടത്തുന്ന മോക്ക് ടെസ്റ്റുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എവിടെ വീക്ക്ലി എക്സാംസും മന്ത്ലി എക്സാംസും ഒക്കെ നടക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ നമുക്ക് സ്കില്ല് കൂട്ടാൻ പറ്റുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേഗം ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ഒരു പ്രാക്ടീസിങ് സ്കില്ലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നെ ചില കുട്ടികൾക്ക് ഉണ്ടായിരുന്ന ഡൗട്ട് ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. ഓർഗാനിക് കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ കുറേ നെയിം റിയാക്ഷൻസ് ഉണ്ടാവും. ഈ നെയിം റിയാക്ഷൻസ് ഒക്കെ ഒരു ന്യൂസ് പ്രിന്റിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കുക, കുഞ്ഞാക്കി എഴുതി വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇതിന്റെ റിയാക്ഷൻ മെക്കാനിസം ഒന്നും നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ടാവില്ല നീറ്റിന്. പക്ഷെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ക്വസ്റ്റ്യൻ ഇട്ടതാണെങ്കിൽ പോലും അതിന് ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ റിയാക്ഷൻ മെക്കാനിസം അറിയണം. റിയാക്ഷൻ മെക്കാനിസം നിങ്ങൾക്ക് ന്യൂസ് പ്രിന്റിൽ തന്നെ എഴുതി പഠിക്കാം. നമുക്ക് ആ ബെൻസിൻ റിംഗ് ഒക്കെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഞാൻ പറയാം, ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ ടെസ്റ്റിലുള്ള റിയാക്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒരു ന്യൂസ് പ്രിന്റിൽ നിങ്ങൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓർമ്മയിൽ നിൽക്കും. ഇപ്പം നമ്മുടെ MBBS കയറിയ ടൈമിലും എഴുതി പഠിക്കലാണ് നമുക്ക് കുറച്ചും കൂടെ ഓർമ്മയിൽ നിൽക്കുക. വരച്ച് പഠിക്കുക, എഴുതി പഠിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പം നിങ്ങളൊരു ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് നെയിം റിയാക്ഷൻസ് ഒക്കെ ഒരു ന്യൂസ് പ്രിന്റിലേക്ക് ജസ്റ്റ് എഴുതി പഠിച്ചാൽ നല്ലോണം ഓർമ്മയിൽ നിൽക്കും. ഇപ്പോഴും ചില കുട്ടികളൊന്നും പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവില്ല. കെമിസ്ട്രി ഒന്നും ചിലപ്പം പഠിച്ചിട്ടുണ്ടാവില്ല, ബയോളജി മാത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ കെമിസ്ട്രി പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഈസി ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം. ഇപ്പൊ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് അല്ലെങ്കിൽ പോളിമേഴ്സ് എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ +2 അതൊക്കെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. അതൊക്കെ ഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ അങ്ങനത്തെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന് തുടങ്ങാം, കുഞ്ഞു ചാപ്റ്റേഴ്സിന് തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് കയറി വരും. എന്നിട്ട് നിങ്ങൾ വലിയ ചാപ്റ്റേഴ്സിലേക്ക് അല്ലെങ്കിൽ മോൾ കോൺസെപ്റ്റ് ചാപ്റ്ററിലേക്കോ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ, ഇൻഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സിലേക്ക് ജമ്പ് ചെയ്താൽ മതി. നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു ചാപ്റ്റർ വായിച്ച് പഠിച്ച് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങാം. അപ്പൊ നിങ്ങളൊരു ട്രാക്കിലേക്ക് കയറും. അതിനുശേഷം ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് പഠിച്ചാൽ മതി. ഇനിയിപ്പോൾ ഓൾറെഡി ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ വീഡിയോസ് ബാക്ക്ലോഗ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം കണ്ടു തീർക്കാൻ തുടങ്ങാം. ഒരു മാർച്ച് ഒക്കെ ആവുന്ന സമയത്തേക്ക് ഫുൾ റിവിഷൻ തുടങ്ങാനുള്ള സമയമാണ്. ആ സമയമാകുമ്പോഴേക്ക് നിങ്ങൾ ഓൾറെഡി പഠിക്കാൻ വിചാരിച്ച ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിയണം. ഈസി ചാപ്റ്റേഴ്സിൽ നിന്ന് തുടങ്ങാൻ നോക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ് ട്രാക്കിൽ കയറി കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റും. സോ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, ജസ്റ്റ് കെമിസ്ട്രീന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടേതായ മെത്തേഡ് ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുക കേട്ടോ. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ സ്വന്തം പ്ലാൻ ഉണ്ടാക്കലാണ്, സ്വന്തം സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ നോക്കലാണ്. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്, നല്ലോണം പഠിക്കാൻ അറിയുന്ന കുട്ടികളാണ്. സോ സെൽഫ് മോട്ടിവേറ്റഡ് ആക്കാൻ നോക്കുക, കോൺഫിഡൻസ് ഉള്ളിൽ തന്നെ വെക്കാൻ നോക്കുക. ഇനി കുറച്ച് മാസം കൂടെ ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഇത്ര പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഗിവ് അപ്പ് ചെയ്യാതെ നോക്കുക. മീൻസ് നീറ്റിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഗിവ് അപ്പ് ചെയ്യാതെ നോക്കുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.